ഏതെങ്കിലും മതമാണോ ഇതിന്റെ പിന്നിൽ? അങ്ങനെയാണെങ്കിൽ ലോകത്തെ എത്രയോ രാജ്യങ്ങളിൽ മതമുണ്ട്. അഥവാ ഏതെങ്കിലും കാഫിറിനെ കൊന്നാൽ അവർക്ക് സ്വർഗം കിട്ടുമെങ്കിൽ പാകിസ്ഥാനിലെ ഏതെങ്കിലും കാഫിറിനെ കൊന്നാൽ പോരെ? ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. പാകിസ്ഥാനിൽ 50 ലക്ഷത്തോളം ഹിന്ദുക്കളില്ലേ? പക്ഷെ വകനിരിവ് വട്ടപൂജ്യം. പിന്നെ കാഫിറിനെ കൊല്ലണം എന്നുള്ള നിയമം ഉണ്ടെങ്കിൽ ഏതെങ്കിലും കാഫിറിനെ പിടിച്ച് കൊന്നാ പോരെ എന്നാ ചോദിച്ചത്. എന്ത് വാദാന്നാ ഞാൻ ചോദിക്കണേ? എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. കാഫിറിനെ കൊല്ലാൻ ഒന്നാമത് പാകിസ്ഥാനിലെ കാഫിറിനെ കൊന്നുവന്ന് തീർന്നു കഴിഞ്ഞു. ഇനി ആകെ എണ്ണി പെറുക്കിയെടുക്കാൻ ആകെ 5-10 ഉള്ളൂ. അവിടുത്തെ നിരന്തരമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ പറയുന്ന മൈനോറിറ്റിക്കെതിരെയുള്ള പെർസിക്യൂഷൻ. അതിനെക്കുറിച്ച് ഒരു 2 വാക്ക് പറഞ്ഞ വളരെ നല്ല കാര്യമായിരിക്കും. പാകിസ്ഥാനിലുള്ള ആൾക്കാർക്ക് അവിടെയുള്ള ഹിന്ദുക്കളെ കൊന്നാൽ പോരെ എന്ന് ചോദിച്ചാൽ അതവർ ചെയ്തിട്ടുണ്ട്. അതവർ ചെയ്തതുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് ഏതാണ്ട് 15% വരെ ഉണ്ടായിരുന്ന അവിടുത്തെ ഹിന്ദു പോപ്പുലേഷൻ ഇത് കേവലം 1.6%. ഞാൻ ചോദിക്കുന്ന ഈ ആൾക്കാരെല്ലാം എവിടെ പോയി? നാച്ചുറലായിട്ട് മരിച്ചോ? അവർക്ക് റീപ്രൊഡക്ഷനുള്ള കപ്പാസിറ്റി ഇല്ലാതെ ആയതുകൊണ്ട് ഓഫ് സ്പ്രിങ്ങുകളെ ഉണ്ടാക്കാൻ കഴിയാഞ്ഞതാണോ? നമ്പറുകളൊക്കെ ഇനി ഒരുപാട് ഇറക്കേണ്ടി വരും. ന്യൂനപക്ഷ സംരക്ഷണം നമ്മുടെ നാട്ടിൽ കൊടുത്തപ്പോൾ അത് കൊടുക്കാതിരുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഡാനിഷ് കനേറിയ എന്ന് പറയുന്ന ഹിന്ദുവായിട്ടുള്ള അവിടുത്തെ ക്രിക്കറ്റർ, അദ്ദേഹത്തിന്റെ ട്വീറ്റ്സ് മതി അവിടെയുള്ള ഹിന്ദുക്കളുടെ അവസ്ഥ എന്താണ് എന്നറിയാൻ.